അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ ഞമ്മക്കിവിടെ സുഖമായി പോണു. അപ്പം ഇന്നൊരു ടിപ്സാണ് കേട്ടോ. ഞാൻ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നല്ലോ, നല്ലൊരു ടിപ്സ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടത്, എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതുക. അപ്പോൾ ഒരുപാട് ആളിനോട് പറഞ്ഞിരുന്നു കേട്ടോ, എനിക്കൊരു ചട്ടി വാങ്ങിക്കൂടെ, നമ്മളോടെ മൺചട്ടി കൂടുതലൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും വേണ്ടില്ല, ഒരുപാട് ദിവസമായി ഇത് പറയൽ തുടങ്ങി. ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം ഒത്തു വന്നത്. അങ്ങനെ കടയിൽ പോയപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിറ്റന്നാൾ തന്നെ അത് മയക്കാല്ല പുറപ്പാടാണ്. അപ്പോൾ ഇതാ ഒരു ചട്ടി, ഈ ചട്ടി നമ്മൾ ഇതിനെക്കാട്ടും വലിയൊരു പാത്രം എടുക്കുക, അതിൽ കഞ്ഞിവെള്ളം പാർന്ന് കൊടുക്കുക. കഞ്ഞിവെള്ളമൊക്കെ ഇപ്പോൾ എല്ലാവരോടും ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തു, അതിക്ക് ഇറങ്ങിയിരിക്കണില്ല കേട്ടോ. ഇനി ഇറങ്ങിയിരുന്നാലും അത് ചിലപ്പം കിട്ടാതാവും, പിന്നെ പൊട്ടിച്ചേണ്ടി വരും. അതിൻ്റെ ശേഷം ഞാനിതൊരു പ്ലാസ്റ്റിക്കിൻ്റെ തൊട്ടിപ്പാത്രം എടുത്തിട്ടുണ്ട്. അതിക്ക് ആദ്യം ലേസം കഞ്ഞിവെള്ളം പാർന്ന് കൊടുത്തു. പാത്രം വെച്ച് കൊടുത്തിട്ട് തന്നെ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കട്ടെ, ഒന്ന് നോക്കി നോക്കി. അങ്ങനെ വെള്ളം നല്ലോണം കുടിച്ചോട്ടെ. അതിൻ്റെ ശേഷം ഞാനിതാ പിന്നെ ലേസും പാടെ കഞ്ഞിവെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ശബ്ദം കേൾക്കാം. എന്നിട്ട് എന്ത് ചെയ്യാച്ചിട്ടാ, നമ്മൾ പാത്രം വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് വെള്ളം പാർന്ന് ചിലപ്പം പെട്ടെന്നാണ് പൊട്ടുട്ടോ. അപ്പം ഞാൻ പതുക്കെ വെച്ചിട്ട് ഇതാ നമ്മൾ ഇതിലേക്ക് കഞ്ഞിവെള്ളം പാർന്ന് കൊടുക്കുക. ആദ്യം ലേസം പാരുക, എന്നിട്ട് പിന്നെ ഒന്നും പാടെ നിറച്ചിങ്ങോട്ട് പാർന്ന് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ പാരുമ്പോഴും അകും പുറം വെള്ളം കുടിക്കണ്ട. നമ്മൾ ചട്ടി നല്ലോണം വെള്ളം കുടിച്ചിട്ട് വെള്ളം കക്കൽ തുടങ്ങണം കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഇങ്ങനെ കാണിച്ചു തരും, നിങ്ങൾക്ക് മനസ്സിലാവണം. ഒരെങ്ങനെ പൊന്തിന് കാണാല്ലേ, അത് ചട്ടി വെള്ളം കുടിക്കാണ്. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമ്മളെ മൺചട്ടി ഉപയോഗിച്ചാട്ടോ. ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ശബ്ദം നിങ്ങൾ കേട്ടോട്ടെ വെച്ചിട്ടാണ്. അങ്ങനെ ഞാനിതാ ഇനി നിറച്ച് വെള്ളം പാരട്ടെ. നിറച്ച് വെള്ളം പാർന്നിട്ട് എന്ത് ചെയ്യുക, 2 ദിവസം വെക്കട്ടോ. 2 ദിവസമോ 3 ദിവസമോ ഇരുന്നോട്ടെ. ഞാൻ എങ്ങനെയായാലും 2 ദിവസം വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ 2 ദിവസം നിറച്ച് വെള്ളം പാർന്നിട്ട് ഒന്ന് മൂടി വെക്കണം. അപ്പം ഞാൻ ലേസീച്ച പാർന്ന് കൊടുക്കാണ്ടോ. നമ്മുടെ ചട്ടിയുടെ അടി പോവാല്ലരുതുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെരിക കഷ്ണം വെച്ച് കൊടുക്കുക, വട്ടം എന്തെങ്കിലും കേട്ടോ. അങ്ങനെ നിറച്ച് കഞ്ഞിവെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു മൂടി വെക്കുക. മൂടി വെക്കണം എന്നൊന്നുമില്ല, പക്ഷെ ഒഴിച്ച് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഷാലും മൂനൊക്കെ കണ്ടാൽ ചിലപ്പോൾ എന്താ ഇവിടെ കൊടുന്ന് വെച്ചിക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ വെച്ചിട്ട് അവിടെ പുറത്ത് കൊണ്ടുവച്ചിരിക്കുന്നു. ഇനി ഞാനിതാ അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് 2-ാം ദിവസം വൈകുന്നേരത്താണ് കേട്ടോ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് അസ്രസ്കാരം കഴിഞ്ഞ് 5:30 എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കഞ്ഞിവെള്ളമൊക്കെ നല്ലോണം പുളിച്ചിട്ടുണ്ട്. നിങ്ങൾ അടിയത്തെ പാത്രത്തിൽ കണ്ടില്ലേ, കഞ്ഞിവെള്ളം നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ചട്ടി വെള്ളം കുടിച്ചതാണ്. അപ്പോൾ ഈ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കണ പാത്രം വലുതായിരിക്കണം കേട്ടോ. മയക്കണ ചട്ടിനെക്കാട്ടും വലിയ പാത്രമായിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് കൗത്തി വെക്കുന്നുണ്ട്. അതും ഇതുപോലെ ഞാൻ 2 ദിവസം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഈ വക്കത്ത് കൂടെ ഒന്നും കഞ്ഞിവെള്ളം ആവില്ലല്ലോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ചട്ടിയൊക്കെ കൊടുന്നിട്ട് ഇനി എന്ത് ചെയ്യാതിട്ടാ, ഞാനിതിങ്ങനെ മുട്ടി കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കഞ്ഞിവെള്ളത്തിൽ വെക്കുമ്പോൾ വേറൊരു ശബ്ദമായിരുന്നു. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് ചട്ടി കുടുക്കട ശബ്ദം ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതാ ഈ കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത്. ചായപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഉരയ്ക്കുക, കൈകൊണ്ട് നല്ലോണം ഉരച്ച് പിടിപ്പിക്കുക. കാരണം നല്ലോണം ഒന്ന് തേച്ചുങ്ങാണ്ട് ശരിയാക്കി എടുക്കുക, സോപ്പ് ഇട്ടുങ്ങാണ്ട് ഉരയ്ക്കരുത്. അതിൻ്റെ ശേഷം ഞാൻ ചട്ടി ഒന്ന് മൂറിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പഴയ ചട്ടി കുറുക്കോളുണ്ട് കേട്ടോ, അതും പാടെടുക്കുന്നുണ്ട്. ഒരു ചട്ടി എവിടെയെന്ന് തന്നെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തട്ടി കൊട്ടി ഉണ്ടായി നോക്കുമ്പോണ്ട് നമ്മളെ വലിയ കുടുക്കട ചോട്ടിലിരിക്കണം. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകിങ്ങാണ്ട് നല്ലോണം വെള്ളം നല്ല തുടച്ചെടുത്തിട്ട് നമുക്ക് ഇതിന്മേൽ എണ്ണ പരത്തി വെക്കണം. നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യണ ചട്ടി കൊടുക്കുക തന്നെ ഇടക്കും തലക്കൊക്കെ അങ്ങനെ ചെയ്യണത് നല്ലതാണ് കേട്ടോ. എന്നാൽ ചട്ടിക്ക് നല്ലൊരു തെളുക്കം കിട്ടും. നിങ്ങൾ ആരെങ്കിലും ചിജ്ജലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ നമ്മൾ ചിജ്ജലുണ്ട്. നമ്മളോട് ചെറിയൊരു ചട്ടിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഉപ്പേരി വെക്കണത്. മറ്റേത് ഞാൻ മീൻകറി എന്തെങ്കിലുമൊക്കെ വെക്കണതായിരുന്നു. പക്ഷേ ഞാൻ തന്നെ കൊണ്ടുപോയി വെച്ചത് എവിടെയൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് പിന്നെ അതങ്ങനെ ഇപ്പം എങ്ങനെ ആയാലും ഈ ചട്ടിയും കിട്ടി, ആ ചട്ടിയും കിട്ടി. അപ്പം ഞാൻ മൺചട്ടി എടുത്തപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു വിസ്താരമുള്ള ചട്ടി എടുത്തിക്കണം. എന്താ വെച്ചാൽ നമുക്ക് ബീഫൊക്കെ 1 കിലോ ഉണ്ടാകുമ്പോൾ നമുക്ക് വരട്ടാൻ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു കോട്ടൻ്റെ സീലെടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഉരതി പിടിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് എല്ലാ പരിപാടിയും അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ.
അങ്ങനെ ഞാൻ നല്ല 4 പുറം തേച്ച് പൊടിപ്പിച്ചിട്ട് പുറം അങ്ങനെ അകം ഒരുപോലെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ എണ്ണയ്ക്ക് ഇതുപോലെ പറ്റ അങ്ങോട്ട് ഉണങ്ങും, എണ്ണമയം ഇല്ലാതാവും. അപ്പോൾ 1 2 തവണ പിന്നെയും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഞാൻ ചട്ടിയുടെ മൂടും അതുപോലെ തന്നെ വക്കും എല്ലായിടും നല്ലോണം വെളിച്ചെണ്ണ ഒരതി പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ അടുക്കളയിൽ വെച്ചുണ്ടാക്കുന്ന ഒരു 2 ചട്ടി ഉണ്ടല്ലോ, അതും ഇതിൽ ഇതാക്കണുണ്ട് കേട്ടോ. ഒരു ചട്ടി അവിടെ വെച്ചിരുന്നു നിങ്ങളോട് പറഞ്ഞില്ല, അതും ഇനിയിപ്പോൾ എങ്ങനെ ആയാലും നമുക്ക് ചട്ടി കിട്ടിയിട്ടുണ്ട്. എന്നോട് ഒരുപാട് ആൾക്കാരിങ്ങനെ പറയട്ടെ എനിക്ക് മൺചട്ടി ഇല്ലേന്ന്, നമുക്ക് ചട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ചട്ടി ആൾക്കാരിങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും ബാബുവിനോട് കേട്ടോ, മൺചട്ടി കൊടുന്നല്ലേ, അത് പിന്നെ വാങ്ങാമെന്ന് ഇങ്ങനെ പറയാമെന്നല്ലാതെ എങ്ങനെയായാലും നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ മൺചട്ടി വാങ്ങിയതാണ്. ചട്ടിക്ക് നിങ്ങളവിടേക്ക് എന്താ പറയാമെന്നറിയില്ല കേട്ടോ. ചിലവർ ചാറ്റും കൊടുക്കാന്ന് പറയും, ഞങ്ങളവിടേക്ക് ഇതിന് എണ്ണച്ചട്ടി എന്നട്ടോ പറയാം. ഈ ചട്ടിയിലുണ്ടല്ലോ മീനൊക്കെ വറ്റിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ്, അതുപോലെ തന്നെ ഇറച്ചി ആയാലും ഇതിൽ വെച്ചാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ ഉള്ളി വിസ്താരമില്ല നോക്കിയെടുത്തോളൂണ്ടോ, അതാണ് നല്ലത്. നമ്മളിങ്ങനെ കുണ്ടിനെ ഇടുന്നതിനെക്കാട്ടും നല്ലതാണ് ഇതിലൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വാട്ടിയെടുക്കാൻ. അപ്പം ഞാനിതാ അങ്ങനെ 2 ദിവസം എന്ത് ചെയ്തു, എണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്ത് ശരിയാക്കി എടുത്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ എണ്ണ തേക്കണത്. പിന്നെ ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല, 3 പ്രാവശ്യമായിട്ട് ഞാൻ എണ്ണ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടോ പുതിയ ചട്ടിയുടെ. പിന്നെ മറ്റേ ചട്ടി ഞാൻ ഒറ്റ വട്ടാണ് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ട്, അതൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന പാത്രങ്ങളല്ലേ. അപ്പോൾ അതിമ്മിമ്പാടെ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ആ തിളക്കം കിട്ടിക്കോട്ടെയാണ് ചെയ്യണത്. പിന്നെ ഞാൻ അധികം ഗ്യാസുമ്മ തന്നെ കത്തിച്ചേര്. പിന്നെ എൻ്റെ ചട്ടിയുടെ അടിയൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല, എണ്ണ തേച്ചിട്ടാൽ എന്താണെന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ചട്ടി എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്, നല്ല കനലിൽ എടുക്കാതിരിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞു കേട്ടോ കടയിൽ നിന്ന്. അപ്പം നമ്മൾ ഗ്യാസുമ്മ വെച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ അയക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് പോലും നമ്മളെ ചട്ടിക്ക് സംഭവിച്ചിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും മൺചട്ടി വാങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി നോക്കുക, എങ്ങനെ വീട് നിൽക്കണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യല്ല വേണ്ടത്. ചട്ടി കൊടുക്കാൻ എന്തായാലിച്ചിട്ട് നമ്മൾ ഈ വെത്തപ്പാട് പിടിച്ച മോറലും ഇതൊന്നും നടക്കൂല. അങ്ങനെ ഞാനിതാ അവസാനത്തെ എണ്ണയും തേച്ചുങ്ങാണ്ട് അതിൻ്റെ ഒപ്പം നമ്മളെ പഴയ ചാറ്റും ചട്ടിയും പേരിക്കുടുക്കൊക്കെ എടുത്തുങ്ങാണ്ട് എണ്ണ തേച്ചിട്ട് ഇവിടെ കൗത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നാളെ മുതൽ ഇത് അടുപ്പത്ത് വെക്കാനുള്ളതാണ് കേട്ടോ. ഈ 3 ചട്ടി ഇനി അടുപ്പത്ത് ഇങ്ങനെ മാറി വെക്കാലോ. ഇനി നമ്മളെ ചട്ടിയൊക്കെ അവിടെ ഇരുന്നോട്ടെ, അലുമിനിയം ചട്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അഭിപ്രായം കേട്ടിട്ടെങ്കിലും നമുക്ക് ഈ എണ്ണച്ചട്ടി കിട്ടി. എനിക്ക് എണ്ണച്ചട്ടി ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ പേരേലുണ്ട് കേട്ടോ. പിന്നെ അത് ചെറിയതാണ് എണ്ണച്ചട്ടിയൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു വലിപ്പമെങ്കിലും വേണം. നമുക്ക് ഉള്ളിയൊക്കെ നല്ലപോലെ ഇങ്ങനെ വാട്ടാൻ. പിന്നെ ഇതിൻ്റെ അടിയിലൊന്നും വല്ലാതെ പിടിച്ചൂല കേട്ടോ. അങ്ങനെ ഇതെല്ലാതും കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കൊടുന്ന് വെച്ചിരിക്കുകയാണ്. നല്ല മഴയൊരു തെളുക്കണ്ടല്ലേ നമ്മളെ ചട്ടിയുടെ ഉള്ളൊക്കെ. അപ്പം ഞാൻ കഴുകി കൊടുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ കഴുകുമ്പോൾ സോപ്പൊന്നും തേച്ചിട്ടില്ല, അങ്ങനെ ഉരച്ചെടുത്തേക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. നമ്മളെ വീഡിയോക്ക് ലൈക്ക് വളരെ കുറവായിട്ടാണ് വരുന്നത്. നല്ല വീഡിയോ കൊണ്ട് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോ ഇടാൻ തോന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതുക. നമ്മളെ ചട്ടി അടിപൊളി തിളക്കമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മൺചട്ടിയൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ മയക്കിയിട്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് എഴുതണം കേട്ടോ. നിങ്ങളെ കമൻറ്റൊക്കെ വായിച്ചുമ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷമാണ്. അതുപോലെ തന്നെ വീഡിയോ നല്ല യൂസ്ഫുള്ളായ വീഡിയോ ആണ്, നമുക്കൊക്കെ പറ്റിയ വീഡിയോ ആണ് എന്നൊക്കെയുള്ള കമൻറ്റ് കണ്ടു. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ നല്ല വീഡിയോൻ്റെ വരണ്ട്. ടിപ്സും കാര്യങ്ങളൊന്നും നമുക്ക് എപ്പോഴൊന്നും ഇടാൻ പറ്റൂലല്ലോ. അപ്പം മേലൊക്കെ ഇരിക്കണ ചട്ടിയും കൊടുക്കൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറക്കാനായില്ലേ. അപ്പം നിങ്ങളെല്ലാവരും മൂറിയിട്ട് ലേശം എണ്ണയൊക്കെ തേച്ചിട്ടുങ്ങാണ്ട് യൂസ് ചെയ്തോക്കൊണ്ടു. അപ്പം ചട്ടിയുടെ ഉറപ്പ് നിങ്ങൾക്ക് അറിയാം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.